ലോക ആന ദിനം ആചരിക്കുന്ന ദിവസത്തിൽ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. കേരളത്തിൽ കാട്ടാനകളുടെയും നാട്ടാനകളുടെയും എണ്ണത്തിൽ വൻ കുറവ് വന്നതായി റിപ്പോർട്ട്. അതിനിടയിൽ നൊമ്പരമായി ഇടുക്കി ചിന്നക്കനാലിൽ നിന്ന് കാടുമാറ്റിയ അരിക്കൊമ്പൻ എന്ന കാട്ടാനയും. ഇന്ന് ലോക ആന ദിനം. ആനകളുടെ സംരക്ഷണത്തിനായി 2011 മുതൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 12 ആനദിനമായി ആചരിക്കാൻ തുടങ്ങി. ഈ ദിനത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അതായത് ആനകളാൽ പേരുകേട്ട കേരളത്തിൽ കാട്ടാനകളുടെയും നാട്ടാനകളുടെയും എണ്ണത്തിൽ വൻ കുറവാണ് രേഖപ്പെടുത്തുന്നത്. സംസ്ഥാനത്തെ ആനകളുടെ എണ്ണം പകുതിയോളം ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടെ സംഭവിച്ചതായും ഞെട്ടിക്കുന്ന കണക്കുകൾ പറയുന്നു. സംസ്ഥാനത്താകെ 3173 ആനകൾ മാത്രമാണുള്ളത്. അതിൽ നിലവിൽ 2785 കാട്ടാനകളും 388 നാട്ടാനകളും ഉണ്ട്. 2016 കാട്ടാനകളുടെ എണ്ണം 5700 മുതൽ 6200 വരെയായിരുന്നു. അതായത് വിദഗ്ധർ പറയുന്നതനുസരിച്ച് ആവാസ വ്യവസ്ഥ ചുരുങ്ങുന്നതും വനനശീകരണവും മനുഷ്യ ആന സംഘർഷവുമാണ് ഇങ്ങനെ എണ്ണം കുറയാൻ പ്രധാന കാരണമെന്നാണ്. 2019 ഏപ്രിൽ മുതൽ 2025 മാർച്ച് വരെ കേരളത്തിലെ വനങ്ങളിൽ 744 കാട്ടാനകൾ ചരിഞ്ഞു. 2024 മുതൽ 2025 മാത്രം 150 കാട്ടാനകളാണ് ചരിഞ്ഞത്. കാട്ടാനകളുടെ എണ്ണം കുറയുമ്പോഴും മനുഷ്യ ആന സംഘർഷത്തിന് കുറവില്ല എന്നത് മറ്റൊരു പ്രധാന കാര്യം. അതിനിടയിൽ നൊമ്പരമായി ഇടുക്കി ചിന്നക്കനാലിൽ നിന്ന് കാടുമാറ്റിയ അരിക്കൊമ്പൻ എന്ന കാട്ടാനയും. ശരിക്കും ചിന്നക്കനാലിൽ നിന്ന് കാടുകയറ്റിയ ഈ കൊമ്പൻ എവിടെയെന്ന ചോദ്യമാണ് പരക്കെ ഉയരുന്നത്. അതെ, അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു. ആന ചെരിഞ്ഞെന്നും ഇപ്പോൾ എവിടെയെന്ന് കാണാനില്ലെന്നും തുടങ്ങിയ ഒട്ടനവധി വാർത്തകൾ. എന്നാൽ അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യാതൊരു വാർത്തയും പുറത്തുവരുന്നില്ല എന്നതാണ് ആശങ്ക സൃഷ്ടിക്കുന്നത്. 2023 ഏപ്രിൽ 29 ചിന്നക്കനാൽ സിമന്റ് പാലത്തിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ അരിക്കൊമ്പനെ പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്ക് മൃഗ ആംബുലൻസിൽ മാറ്റിയത്. പിന്നീട് കേരള അതിർത്തി കടന്ന് ആന തമിഴ്നാട്ടിലുമെത്തി. മെയ് 7 കമ്പത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയതോടെ തമിഴ്നാട് വനംവകുപ്പ് അരിക്കൊമ്പനെ മയക്കുവെടി വെച്ചു. പിന്നീട് കൊമ്പനെ പിടികൂടി തിരുനെൽവേലി ജില്ലയിലെ കളക്കാട്ട് മുണ്ടൻതുറൈ കടുവാ സങ്കേതത്തിലേക്ക് മാറ്റുകയും ചെയ്തു. നിലവിൽ ഇവിടെ മറ്റ് ആനകൾക്കൊപ്പം ചേർന്ന് അരിക്കൊമ്പൻ സുരക്ഷിതമായി കഴിയുന്നുവെന്നാണ് തമിഴ്നാട് വനംവകുപ്പ് അധികൃതർ പറയുന്നത്. എന്നാൽ അരിക്കൊമ്പന്റെ ചിത്രങ്ങൾ പുറത്തുവിടുന്നത് തമിഴ്നാട് വനംവകുപ്പ് കർശനമായി വിലക്കിയിട്ടുമുണ്ട്. അതിനാൽ അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട ഒരു വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നില്ല എന്നതും മറ്റൊരാശങ്കയാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.